ദേ ഈ ഭാഗത്തുമ്പോൾ കണ്ട വലിയ ഒരു പാലത്തുമ്മേ കൂടി പോയാണ്, നിറയെ വെള്ളമുണ്ട്. അതിന് ഉള്ളിലായിട്ട് ദേ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. ഇത് വെള്ളത്താൽ 3 വശവും ചുറ്റപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് മനസ്സിലായത്. അവിടെ ഭയങ്കര കൃഷിയാണ് കേട്ടോ, ഒരുപാട് കൃഷി ഈ സ്ഥാനങ്ങൾ അവിടെ കൃഷി ചെയ്യുന്നതായിട്ട് മനസ്സിലായി. അതുപോലെ തന്നെ അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, മനുഷ്യർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ വളരെ പൊടിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വലിയ ഏക്കർ കണക്കിന് ഉള്ള ഒരു ഏരിയയാണ്. ഇവിടെയാണ് ഒരുപാട് വെള്ളം ഞാൻ കണ്ടത്. അപ്പോൾ കണ്ട ഈ വെള്ളത്തിൻ്റെ ചുറ്റിനും പിന്നെയും കൃഷിയുണ്ട്, അതുപോലെ ഇതിൻ്റെ ഉള്ളിലും കൃഷിയുണ്ട്. അവർക്ക് അവിടെ ആ വെയിലത്ത് താമസിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ആ കൃഷി സ്ഥലമൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാം. അതുപോലെ തന്നെ അവിടെയൊക്കെ ആളുകളെയൊക്കെ കാണാം. അങ്ങനത്തെ ഒരു ഏരിയ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ റത്തലാമിലേക്ക് ഞാൻ കാറിൽ വന്നപ്പോൾ ഏകദേശം 2 മണിക്കൂറാണെങ്കിൽ ഇപ്പം ഏകദേശം 3-4 മണിക്കൂർ എടുത്തിട്ടുള്ള ഒരു യാത്രയാണ്. 94 രൂപയാണ് അതിൻ്റെ റേറ്റ് വന്നത്. ഇപ്പോഴും എൻ്റെ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. എനിക്ക് റത്തലാമിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകാനായിട്ടുള്ള ടിക്കറ്റ് ഏകദേശം കൺഫേം ആകും എന്നൊക്കെയാണ് പ്രതീക്ഷ. വെയിറ്റിംഗ് ലിസ്റ്റ് 7-ലാണ് എൻ്റെ ആ ഒരു ഇത് നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നേരത്തെ പോവുകയാണ്. ഏകദേശം ഒരു 12 മണിയായപ്പോഴേക്കും ഞാൻ ഇറങ്ങി, 11 മണിയായപ്പോഴേക്കും ഞാൻ ഇറങ്ങി. 2:30 മണിയാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തുന്നതാണ് പ്രതീക്ഷിക്കണം.